Hi students, welcome to the introductory topic of Electrostatics once again. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് കയറിയപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ കണ്ടത് വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ് എന്നൊരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ക്ലാസ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ചാർജിനെ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം ഇലക്ട്രിക് ചാർജിനെ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും എന്ന തരത്തിലുള്ള രണ്ട് എക്സ്പെരിമെന്റിനെ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരുപക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള ചില എക്സ്പെരിമെന്റുകളാകാം അത്. അതുപോലെ തന്നെ നമ്മൾ എവറിഡേ ലൈഫിൽ കാണുന്ന ചില ഫിനോമിനകളെ ഇലക്ട്രിക് ചാർജിന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാം എന്നുള്ള ഒരു തിങ്കിങ് അസൈൻമെന്റ് കൂടി നിങ്ങൾക്ക് ഞാൻ തന്നായിരുന്നു നമ്മുടെ ആ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇനി ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഒരു അല്പം കൂടി ഡൈനാമിക്സിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി വരുന്ന സെഷനുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പ്രധാനമായിട്ട് 3 കാര്യങ്ങളായിരിക്കും. ഒന്ന്, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. 2, Coulomb's law. ആൻഡ് 3, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെഷൻ ഒരു എൻറ്റയർ ആയിട്ട് എൻഡ് ചെയ്യുന്നത് ഒരു Coulomb's ലോയിലായിരിക്കണം എൻഡ് ചെയ്യുന്നത്. ഒരു സസ്പെൻസ് ആയിട്ട് നമ്മൾ ഇന്നലെ മുതൽ പറയുന്നതായിരുന്നു Coulomb's ലോ. കഴിഞ്ഞ സെഷൻ മുതൽ നമ്മൾ പറയുന്നതായിരുന്നു Coulomb's ലോ. സോ അത് ഉൾപ്പെടെയുള്ള 3 കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ഒരു സെഷനും വരുന്ന ഒരു സെഷനും നമ്മൾ ഡീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നു. നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. സോ നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോയാൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാവുന്നതുപോലെ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ ഒരു പിരമിഡ് കാണാം. പിരമിഡിന്റെ ടോപ്പ് പൊസിഷനിൽ 1 ഇലക്ട്രോൺ കാണാം, തൊട്ട് താഴെ 2 ഇലക്ട്രോൺ കാണാം, അതിന് തൊട്ട് താഴെ 3 ഇലക്ട്രോൺ കാണാം, പിന്നെ 4 ഇലക്ട്രോൺ കാണാം. ഇത്തരത്തിൽ ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ ചാർജുകളെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്തിരിക്കുകയാണ്. 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ 1 ചാർജ് കഴിഞ്ഞാൽ പിന്നെ 2 ചാർജ് ആണുള്ളത്, 2 ചാർജ് കഴിഞ്ഞാൽ പിന്നെ 3 ചാർജ് ആണുള്ളത്. അപ്പൊ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ് cannot be divided indefinitely. ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇലക്ട്രിക് ചാർജുകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു 4 ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് 2 ചാർജും 2 ചാർജും ആയിട്ട് മാറ്റി വെക്കാം. അല്ലാതെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ചാർജുകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് പറയുന്നത്. ഇലക്ട്രിക് ചാർജ് എപ്പോഴും ഒരു ക്വാണ്ടൈസ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതിന്റെ സിംഗിൾ എൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇ എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഇ എന്നാണ് അതിന്റെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട് അവിടെ. 1.602 into 10⁻⁻19 കൂളംബ് ആണ് 1e എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ +e എന്നും നെഗറ്റീവ് ചാർജുകളാണെങ്കിൽ -e എന്നുമായിരിക്കും നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത്. ഇലക്ട്രോൺ പോലുള്ള സാധനത്തിനെ നമ്മൾ -e എന്ന് വിളിക്കും, പ്രോട്ടോൺ പോലുള്ള ചാർജുകളെ നമ്മൾ +e എന്നും വിളിക്കും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അതുപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി എന്നുള്ളതാണ്. അഡിറ്റീവ് നേച്ചർ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജുകളെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 2 പോസിറ്റീവ് ചാർജും 2 പോസിറ്റീവ് ചാർജും കൂടെ കൂടിയാൽ നിങ്ങൾക്ക് 4 പോസിറ്റീവ് ചാർജ് എന്ന് പറയും. 3 നെഗറ്റീവ് ചാർജും 2 നെഗറ്റീവ് ചാർജും കൂടെ കൂടിയാൽ 5 നെഗറ്റീവ് ചാർജ് എന്ന് പറയാം. നിങ്ങൾക്ക് അതിനെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1 പോസിറ്റീവ് ചാർജും 3 നെഗറ്റീവ് ചാർജും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നെഗറ്റീവ് ചാർജ് എന്ന് പറയാം. 1 - 3 = -2. 2 നെഗറ്റീവ് ചാർജ് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ 3 പോസിറ്റീവ് ചാർജും 3 നെഗറ്റീവ് ചാർജും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 0 ചാർജ് എന്ന് നമുക്ക് പറയാം. അതിനെ നമ്മൾ ന്യൂട്രൽ സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഒരു ബോഡി ന്യൂട്രൽ സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഓർത്തേക്കരുത് അവിടെ ചാർജ് ഇല്ലെന്ന് ഓർത്തേക്കരുത്. ചാർജ് ഇല്ലെന്നായിരിക്കത്തില്ല അതിന്റെ മീനിങ്. ചാർജുകൾ കാണാം, പക്ഷെ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും ആയിരിക്കാം അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചാർജുകളെ ആഡ് ചെയ്യാം. അത് ചാർജിന്റെ ഒരു പ്രോപ്പർട്ടി ആണത്. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രിക് ചാർജ് ഈസ് അഡിറ്റീവ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇലക്ട്രിക് ചാർജ് ഈസ് കൺസേർവ്ഡ്. കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണ്. കൺസർവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ, അത് തന്നെയാണ് ഇതും പറയുന്നത്. ഇവിടെ ഇലക്ട്രിക് ചാർജിന്റെ കേസിലോട്ട് നിങ്ങൾക്ക് ആ ഒരു റെഡ് ലെറ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ടോട്ടൽ ചാർജ് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം. ഈ 2 സിസ്റ്റവും കൂടെ കൂടുന്നതിനെയാണ് ഞാൻ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ റോഡ് കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സ്പിയർ കാണിച്ചിട്ടുണ്ട്. റോഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 4 ഇലക്ട്രോണുകൾ ഞാനിവിടെ നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പിയറിലാണെങ്കിൽ 0 ചാർജ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ബോഡിയിലും കൂടെ കൂടി നിങ്ങൾക്കറിയാം അവിടെ മൊത്തം ചാർജ് -4e ആണ്. 4 നെഗറ്റീവ് ചാർജ് ആണുള്ളത്. തൊട്ടിപ്പുറത്ത് ഇവര് കോൺടാക്റ്റിൽ വന്നതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് ചെയ്തപ്പം സ്പിയറിനും 2 ഇലക്ട്രോൺ കിട്ടി, അതുപോലെ തന്നെ റോഡിനും 2 ഇലക്ട്രോൺ ആണ്. ഇപ്രാവശ്യം നിങ്ങൾ നോക്കിയേ, ആ 2 സിസ്റ്റവും കൂടെ കൂടുന്ന ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എത്രയാ? ഇവത്തിലും 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, റോഡിലും 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 4 നെഗറ്റീവ് ചാർജ് ആണ്. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഓർത്തോണം, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇലക്ട്രിക് ചാർജസ് ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ്.
but it can transfer from one object to the other. Energy conservation പോലെ തന്നെ ഇലക്ട്രിക് ചാർജിന് കൺസർവേഷൻ പ്രിൻസിപ്പിളും ഉണ്ട്. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. സോ ഞാൻ നമുക്ക് പഠിക്കാനുള്ള ആദ്യ സെഷനിലെ 3 കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യമാണ് അതിൽ പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് 3 ഉണ്ട്. ഏതൊക്കെയായിരുന്നു? കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇപ്പൊ പറഞ്ഞത്, തൊട്ട് മുമ്പ് പറഞ്ഞ അഡിറ്റിവിറ്റി, ആദ്യം പറഞ്ഞ ക്വാണ്ടൈസേഷൻ. സോ ക്വാണ്ടൈസേഷൻ, അഡിറ്റിവിറ്റി, കൺസർവേഷൻ, ഈ 3 ആയിരിക്കും ഇലക്ട്രിക് ചാർജുകളുടെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അത് പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും ഏത് ചാർജ് ആയാലും ഈ പ്രോപ്പർട്ടികളെല്ലാം ഈ ചാർജുകൾക്ക് കോമൺ ആണ്. അതിനുശേഷം നമ്മൾ വളരെ നമ്മുടെ സസ്പെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ പറഞ്ഞ നമുക്ക് പഠിക്കേണ്ട ഒന്നാമത്തെ നമ്മുടെ ലോ ആണ് കൂളംസ് ലോ. കൂളംസ് ലോ പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്മുടെ കഴിഞ്ഞ ദിവസം ഡിസ്കഷനകത്ത് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജിൽ 2 ബോഡികൾ ഉണ്ടെങ്കിൽ അത് തമ്മിൽ റിപ്പൽ ചെയ്യും, 2 നെഗറ്റീവ് ചാർജിൽ ബോഡി ഉണ്ടെങ്കിൽ അത് തമ്മിൽ റിപ്പൽ ചെയ്യും. അതായത് ലൈക്ക് ചാർജ് തമ്മിൽ റിപ്പൽ ചെയ്യും. അൺലൈക്ക് ചാർജ് ആണെങ്കിൽ ഒരു ബോഡി വിത്ത് പോസിറ്റീവ് ചാർജും ബോഡി വിത്ത് നെഗറ്റീവ് ചാർജും, പോസിറ്റീവ് ചാർജിന്റെ ബോഡി നെഗറ്റീവ് ചാർജിന്റെ ബോഡിയും അടുത്ത് വരുവാണെങ്കിൽ അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും നമ്മൾ പറഞ്ഞു. സോ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ, ഒരു റിപ്പൾഷനോ അട്രാക്ഷനോ 2 ബോഡികൾ തമ്മിൽ വരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കും. ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഓർ ദാറ്റ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു the product of 2 charges and inversely proportional to the square of the distance separation between the charges. ഇതാണ് കൂളംസ് ലോ. എന്താണ് കൂളംസ് ലോ പറയുന്നത് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം. ഈ 2 ബോഡികൾ തമ്മിൽ നിങ്ങളിപ്പോ ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ ബോഡിയുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മേളിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ ഒരെണ്ണം +Q1 രണ്ടാമത്തത് +Q2, 2 പോസിറ്റീവ് ചാർജ്. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ഡിസ്കഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം 2 പോസിറ്റീവ് ചാർജുകൾ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡിറക്ഷൻ ക്വാണ്ടിറ്റി ആണ് അവിടെ ഒരു വെക്ടർ സൈനിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചാർജിന്റെ ഡിറക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത് ലെഫ്റ്റിലേക്കാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചാർജിലുള്ളത് റൈറ്റിലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ 2 ഫോഴ്സും 2 ഡിറക്ഷനിലാണ്. ദാറ്റ് മീൻസ് അവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു റിപ്പൾഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴത്തെ ഫിഗർ നോക്കിയാൽ കാണാം, ഒരെണ്ണം പോസിറ്റീവ് ചാർജും ഒരെണ്ണം നെഗറ്റീവ് ചാർജും ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജിന്റെ ഫോഴ്സ് ഞാൻ റൈറ്റിലോട്ട് കാണിച്ചപ്പോൾ നെഗറ്റീവ് ചാർജിന്റെ ഫോഴ്സ് ഞാൻ ലെഫ്റ്റിലോട്ടാണ് കാണിച്ചത്. ദാറ്റ് മീൻസ് അവർ തമ്മിലുണ്ടായിരിക്കുന്നത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ആദ്യത്തെ ഫിഗറിൽ 2 എണ്ണം പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് റിപ്പൾസീവ് ഫോഴ്സും, രണ്ടാമത്തെ ഫിഗറിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയതുകൊണ്ട് അവിടെ കാണിച്ചിരിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സും ആയതുകൊണ്ടാണ് ഞാൻ അവിടെ വെക്ടറിന്റെ സിമ്പല് അതുപോലെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി നോക്കുക, എന്താണ് കൂളംസ് ലോ പറയുന്നത്? ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, ഇത് അട്രാക്ഷൻ ആയിക്കോട്ടെ റിപ്പൾഷൻ ആയിക്കോട്ടെ, ഇവർ തമ്മിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നുള്ളതാണ് പറയുന്നത്. എത്രയാണ് മാഗ്നിറ്റ്യൂഡ് പറയുന്നത്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 ചാർജസ്. ഇവിടുത്തെ കേസിലാണ് Q1 and Q2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R². അപ്പൊ ഓർക്കണം, 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അവരുടെ ചാർജ് കൂട്ടണം, കാരണം അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ചാർജ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കൂടും. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കണം. ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് വളരെയധികം കൂടും. എങ്ങനെയായിരിക്കും കൂടുന്നത്? സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസിനനുസരിച്ചായിരിക്കും കൂടുന്നത്. സോ ഇതാണ് കൂളംസ് ലോ പറയുന്നത്. കൂളംസ് ലോ പറയുന്നത് ശരിക്കും 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൾഷനോ ആണ് കൂളംസ് ലോ പറയുക. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി അവിടെ നോക്കണം. ഞാൻ ഈ ഫോഴ്സ് എഴുതിയിരിക്കുമ്പോൾ ഇവിടെ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് F12, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് F21 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ് വായിക്കേണ്ടത്. F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2, അങ്ങനെ വായിക്കേണ്ടത്. F21 എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കേണ്ടത് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. അതെന്തുകൊണ്ട് അങ്ങനെ എഴുതിയേക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു ചാർജ് മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ, നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പറയണ്ട. കാരണം അവന് വേറെ ആരും നമ്മൾ ഫോഴ്സ് ഇല്ല, ആ ചാർജ് അവിടെ റെസ്റ്റിൽ അവിടെ ഇരുന്നോളൂ. പക്ഷെ മറ്റൊരു ചാർജ് കൂടി ഇവിടെ വന്നു കഴിയുമ്പോൾ, മറ്റൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഫോഴ്സിന്റെ കാര്യം നമുക്ക് അവിടെ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ബോഡിയിൽ ഫോഴ്സ് ഉണ്ടാകുന്നത് ആര് കാരണമാണ്? രണ്ടാമത്തെ ബോഡി വരുമ്പോഴാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ സെന്റൻസ് ശ്രദ്ധിക്കണം. ഫോഴ്സ് ഓൺ 1, ഒന്നിന്റെ മേത്തുള്ള ഫോഴ്സ് ആര് കാരണം? ഡ്യൂ ടു 2, രണ്ടാമത്തത് കാരണം. അതാണ് F12 എന്ന് പറഞ്ഞ് നമ്മളിവിടെ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 ആണ് ഈ ഡയറക്ഷൻ. രണ്ടാമത്തെ ആൾ ഇവന്റെ അടുത്തോട്ട് വരുമ്പോൾ ഇനി ഈ ഡയറക്ഷനിൽ പോകുന്നതാണ് അവിടെ മീൻ ചെയ്യുന്നത്. തെറിച്ച് പോകും, റിപ്പൽ ചെയ്ത് പോകും. അതേസമയം തൊട്ട് താഴത്തെ ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2, രണ്ടാമത്തവൻ കാരണം ഒന്നാമത്തവന്റെ മേത്തുള്ള ഫോഴ്സ് എങ്ങോട്ടാ? അട്രാക്റ്റീവ് ഫോഴ്സാ, അവന്റെ അടുത്തോട്ട് അടുപ്പിക്കും. അതാണ് ഞാൻ അതിന്റെ ആരോ മാർക്ക് ഇങ്ങോട്ടേക്ക് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നൊട്ടേഷൻ വളരെ ക്ലിയർ ആണ്.
അങ്ങനെയാണെങ്കിൽ കുളംസ് ലോ പറയുന്നത് ഇത്രേ ഉള്ളൂ, രണ്ട് ലൈക്ക് ചാർജുകളാണെങ്കിൽ റിപ്പൽ ചെയ്യും, ഒരു രണ്ട് അൺലൈക്ക് ചാർജുകളാണെങ്കിൽ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി product of two charges and inversely proportional to the square of the distance separation between the charges. ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ സെൻട്രിക് ചാർജ് സെൻട്രിക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ചാർജിന്റെ സെന്ററിൽ നിന്ന് രണ്ട് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞത് ഇത്ര നേരം പറഞ്ഞ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് സം കെ into Q1 Q2 divided by R square എന്ന് പറയണം. സോ ഞാൻ അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. വാട്ട് അബൌട്ട് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? സോ നമ്മൾ ഇതിനു മുമ്പുള്ള പല ഫോർമുലേഷനകത്തും നമ്മൾ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിലോട്ട് എത്തിയിട്ടുണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1/4πε0 ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഇവിടെ ശ്രദ്ധിക്കുക, എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R square, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് into Q1 Q2 by R square. That constant is called 1/4πε0. ഇതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എപ്സിലോൺ 0 എന്നാണ്. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ഞാൻ ഒരല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പെർമിറ്റിവിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഇതിനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഇനീഷ്യൽ ക്ലാസ്സുകളിൽ ഇനീഷ്യൽ സ്റ്റുഡൻസ് ആയിട്ട് ഉള്ള നിലയിൽ നിങ്ങൾ അതിനെ കണ്ടാൽ മതി. അതിന്റെ വാല്യൂ ഞാൻ റൈറ്റ് ഹാൻഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9 into 10⁻⁹ 8.99 into 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. ആൻഡ് എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതായത് ഞാനിപ്പോ പറഞ്ഞ എക്സ്പെരിമെന്റ്, രണ്ട് ചാർജുകൾ ഇരിക്കുന്നു, അവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, റിപ്പൾഷൻ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞത് അവർ രണ്ടുപേരും ഫ്രീ സ്പേസിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ എപ്സിലോൺ 0 എന്ന് പറയുന്നത്. എപ്സിലോൺ 0 ഇസ് ദി പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്. ഇപ്പൊ നിങ്ങൾ ഈ രണ്ട് ചാർജും വെച്ചിരിക്കുന്ന ഒരു വാട്ടറിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദി വാട്ടർ എന്ന് എഴുതേണ്ട വന്നേനെ. അപ്പൊ നമ്മുടെ സാധാരണ ഞാൻ ഇതുവരെ പറഞ്ഞ എക്സ്പെരിമെന്റുകളെല്ലാം പറഞ്ഞത് ഈ രണ്ട് ബോഡികളും, രണ്ട് ചാർജ്ഡ് ബോഡികളും എയറിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എപ്സിലോൺ 0 ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞത്. പകരം ഇതൊരു മീഡിയത്തിൽ ഇരിക്കുമായിരുന്നെങ്കിൽ ആ എപ്സിലോൺ എന്ന് പറയുന്ന ആ മീഡിയത്തിന്റെ കേസ് പറയണമായിരുന്നു. തൽക്കാലം നിങ്ങൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഇപ്പൊ പറയുകയുണ്ട, അതിനെക്കുറിച്ച് അവിടെ നിൽക്കട്ടെ. ഇതിന്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് തൽക്കാലം കണ്ടാൽ മതി. അതിന്റെ വാല്യൂ 9 into 10⁻⁹ ആയിരിക്കും. അതിനുശേഷം ഞാൻ പെർമിറ്റിവിറ്റിയെ കുറിച്ച് വരുന്ന സെഷനുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കൊളൂംസ് ലോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് ഒബ്ജക്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 divided by R square. ഇതായിരിക്കും. ഇനി നിങ്ങൾക്ക് ആ ഒരു ലോ കാണുമ്പോഴത്തേനും മറ്റൊരു ലോ ആയിട്ട് നമുക്ക് ഒരു അല്പം ഫെമിലിയാരിറ്റി തോന്നുന്നത് സം കണക്ഷൻസ് വിത്ത് ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻടു m1 m2 by r square. കണ്ടോ, നമ്മളിപ്പോ പഠിച്ച Q1 Q2 by r square എന്നായിരുന്നു. തമ്മിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ നോക്കുമ്പോഴേ ന്യൂട്ടന്റെ ഇക്വേഷനും ഇതും തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് കാണാം. സോ ആ ഒരു കണക്ഷൻ നമുക്ക് താഴോട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബോത്ത് ഇക്വേഷൻ ഡിസ്ക്രൈബ്സ് ദ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. രണ്ട് ബോഡികൾ തമ്മിൽ എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളൂ. പക്ഷെ നമ്മൾ ഇലക്ട്രിക് ഫോഴ്സ് പറയുമ്പോൾ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവാം, റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. നമുക്കറിയാം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. രണ്ട് ലൈക്ക് ചാർജുകളാണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. രണ്ട് ഇതും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കറിയാം ദർ ഈസ് ഓൺലി വൺ കൈൻഡ് ഓഫ് മാസ്. മാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബോഡിയുടെ മാസ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് മാസേ ഉള്ളൂ. മാസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലോട്ട് വന്നാൽ മതി. പക്ഷെ ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഇമേജ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നെയിം ചെയ്തതുപോലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന രണ്ട് എൻറ്റിറ്റീസ് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പം ഇതായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ. ഒരുപക്ഷെ നമ്മൾ ഈ കൊളംസ് ലോ കാണുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് ആരെയായിരിക്കാം? ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോ ആയിരിക്കാം. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിച്ച ഈ ഒരു സെഷനിൽ, ഈ ഒരു ഷോർട്ട് സെഷനിൽ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജും രണ്ടാമത്തത് കൊളൂംബ് ഫോഴ്സ് ഇക്വേഷനുമാണ്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയായിരുന്നു? ക്വാണ്ടൈസേഷൻ, ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. 1 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ അങ്ങനെയായിരിക്കും പോകുന്നത്. രണ്ടാമത്തത് അഡിറ്റിവിറ്റി, ചാർജുകളെ ആഡ് ചെയ്യാം. മൂന്നാമത്തത് കൺസർവേഷൻ, ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് അത് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. മൂന്നാമത് നമ്മൾ കൊളൂംബ് ഫോഴ്സ് ഇക്വേഷനിലേക്ക് വന്നു. രണ്ട് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും റിപ്പൾഷൻ ആണെങ്കിലും ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square. അതുകൊണ്ട് തൊട്ടടുത്ത സെഷനിൽ അതിന്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരും. അതുകൊണ്ട് ഇതുവരെയുള്ള പോർഷൻ പഠിച്ചിരിക്കും.